ഇന്ത്യയുടെ ഹിമാലയത്തിൻ്റെ 16,000 അടി ഉയരത്തിലെ ഒരു തടാകം. തണുത്ത ഹിമശൈലങ്ങളുടെ നടുവിൽ വർഷത്തിലെ ചില മാസങ്ങളിൽ മാത്രം മഞ്ഞുരുകി പുറത്തു വരുന്നത് ആയിരക്കണക്കിന് മനുഷ്യരുടെ അസ്ഥികൾ. അതിനെയാണ് ലോകം വിളിക്കുന്നത് ദ സ്കെൽട്ടൺ ലേക്ക്. 1942 ബ്രിട്ടീഷ് സൈനികർ ആദ്യമായി റുക്കുണ്ട് തടാകം കണ്ടെത്തിയപ്പോൾ അവർ ഞെട്ടിപ്പോവുകയായിരുന്നു. തടാകത്തിൻ്റെ അടിയിലും കരയിലും മനുഷ്യരുടെ തലയോട്ടികളും അസ്ഥികളും ശരീരാവശിഷ്ടങ്ങളും ചിതറിക്കിടക്കുന്നു. ആരൊക്കെയോ ഇവിടെ എത്തി മരിച്ചു. യുദ്ധത്തിലേർപ്പെട്ട സൈനികരോ അല്ലെങ്കിൽ ഒരു പുരാതന മഹാമാരിയുടെ ഇരകളോ. ശാസ്ത്രജ്ഞർ വർഷങ്ങളോളം പഠനങ്ങൾ നടത്തി DNA ടെസ്റ്റിൽ കണ്ടെത്തിയത് ഇവ 9-ാം നൂറ്റാണ്ടിലെ ആളുകളാണെന്നാണ്. പക്ഷേ ഇതിലെ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇവരാരും ഇന്ത്യയിലുള്ളവരല്ല. മെഡിറ്ററേനിയൻ മേഖലയിലെ ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നവർ കൂടുതലും. പിന്നീട് കൂടുതൽ ഷോക്കിംഗ് ആയിട്ടുള്ള തെളിവുകൾ വരികയായിരുന്നു. അവരുടെ മരണകാരണം ഹെഡ് ഇഞ്ചുറി, അതായത് അവർക്ക് തലയിൽ ഓരോ തരത്തിലുള്ള റൗണ്ട് ഷേപ്പുള്ള അടി കിട്ടിയ പോലെ. ശാസ്ത്രജ്ഞർ പറഞ്ഞു ഇതൊരു വലിയ ഐസ്ട്രോമാണ്, അതായത് ഹെയിൽ സ്ട്രോം കൊണ്ടുണ്ടായ എന്തോ ഒരു സംഭവം. ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം മഞ്ഞുമഴയിൽ പ്രഹരത്തിൽ കൊല്ലപ്പെട്ടു പോയി. പക്ഷേ ചോദ്യം ഇനിയും ബാക്കിയുണ്ട്. 9-ാം നൂറ്റാണ്ടിലെ വിദേശികൾ ഇങ്ങനെ ഒരു ദുഷ്കരമായ മലമുകളിൽ എത്തിയത് എന്തിനാണ്? ഒരു തീർത്ഥാടന യാത്രയോ അല്ലെങ്കിൽ ഇന്നും നമുക്കറിയാത്ത മറ്റെന്തെങ്കിലും രഹസ്യമോ? റുക്കുണ്ട് തടാകം ഇന്നും സ്കെൽട്ടൺ ലേക്ക് എന്ന് ലോകം വിളിക്കുന്നു. മഞ്ഞുരുകുന്ന വേനൽക്കാലത്ത് പുതിയ അസ്ഥികൾ വീണ്ടും പുറത്തു വരുന്നു. എന്നാൽ അവരുടെ ആത്മാക്കൾ ഇന്നും ആ മലയുടെ നടുവിൽ അലഞ്ഞു നടക്കുകയാണെന്ന് പലരും വിശ്വസിക്കുന്നു.